ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, SS ലോഗോസ് ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 ലോഗോസ് ക്വിസിന് ഇനി ഏകദേശം 2 മാസത്തോളം ഉള്ളൂ. നമുക്ക് നന്നായി പഠിക്കണം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലൂക്കായുടെ സുവിശേഷം 9, 10 അധ്യായങ്ങളിലെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം: യേശു 12 ശിഷ്യന്മാർക്കും ആരുടെ മേലാണ് അധികാരവും ശക്തിയും കൊടുത്തത്? ഉത്തരം: സകല പിശാചുക്കളുടെയും മേൽ. 2. യേശു ശിഷ്യന്മാർക്ക് സകല പിശാചുക്കളുടെയും മേൽ അധികാരവും ശക്തിയും കൊടുത്തതിന് ശേഷം എന്തിനുള്ള കഴിവ് കൂടിയാണ് കൊടുത്തത്? ഉത്തരം: രോഗങ്ങൾ സുഖപ്പെടുത്തുവാനുള്ള കഴിവ് കൂടി. 3. യേശു എന്തിനു വേണ്ടിയാണ് ശിഷ്യന്മാരെ അയച്ചത്? ഉത്തരം: ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനും വേണ്ടി. 4. യാത്രയ്ക്ക് എന്തെല്ലാം എടുക്കരുതെന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: വടിയോ സഞ്ചിയോ അപ്പമോ പണമോ എടുക്കരുത്. 5. യാത്രയ്ക്ക് എന്തുണ്ടായിരിക്കരുത് എന്നാണ് പറഞ്ഞത്? ഉത്തരം: 2 ഉടുപ്പും ഉണ്ടായിരിക്കരുത്. 6. നിങ്ങളെ സ്വീകരിക്കാതിരിക്കുന്നവരുടെ പട്ടണങ്ങളിൽ നിന്ന് പോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുവിൻ എന്ന് യേശു പറഞ്ഞത് എന്തിനു വേണ്ടിയാണ്? ഉത്തരം: അവർക്കെതിരെ സാക്ഷ്യത്തിനായിട്ട്. 7. ശിഷ്യന്മാർ എവിടെ ചുറ്റി സഞ്ചരിച്ചാണ് സുവിശേഷം പ്രസംഗിക്കുകയും രോഗശാന്തി നൽകുകയും ചെയ്തുകൊണ്ടിരുന്നത്? ഉത്തരം: ഗ്രാമങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട്. 8. സംഭവിച്ചതെല്ലാം കേട്ട് പരിഭ്രാന്തനായ രാജാവ് ആരായിരുന്നു? ഉത്തരം: ഹെറോദേസ്. 9. മരിച്ചവരിൽ നിന്നും ആരെ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ചിലർ പറഞ്ഞത്? ഉത്തരം: യോഹന്നാൻ. 10. ആര് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്നാണ് ചിലർ പറഞ്ഞത്? ഉത്തരം: ഏലിയ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്ന്. 11. ആരെ ഉയർത്തു വന്നിരിക്കുന്നു എന്നാണ് വേറെ ചിലർ പറഞ്ഞത്? ഉത്തരം: പണ്ടത്തെ പ്രവാചകന്മാരിൽ ഒരുവൻ ഉയർത്തു വന്നിരിക്കുന്നു എന്ന്. 12. ഞാൻ യോഹന്നാനെ ശിരച്ഛേദം ചെയ്തു എന്ന് പറഞ്ഞ രാജാവ് ആരാണ്? ഉത്തരം: ഹെറോദേസ്. 13. അപ്പസ്തോലന്മാർ മടങ്ങി വന്ന് തങ്ങൾ ചെയ്തതെല്ലാം യേശുവിനെ അറിയിച്ചപ്പോൾ യേശു അവരെ കൂട്ടിക്കൊണ്ടുപോയ പട്ടണത്തിൻ്റെ പേരെന്ത്? ഉത്തരം: ബെത്സയിദ. 14. യേശു തൻ്റെ ശിഷ്യന്മാരെ അപ്പസ്തോലന്മാർ എന്ന് വിശേഷിപ്പിക്കുന്ന വചനഭാഗം ഏതാണ്? ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 10-ാമത്തെ വാക്യം. 15. യേശു എവിടേക്ക് പോയപ്പോഴാണ് ജനങ്ങൾ അവൻ്റെ പിന്നാലെ പോയത്? ഉത്തരം: ബെത്സയിദയിലേക്ക് പോയപ്പോൾ. 16. നാം വിജനപ്രദേശത്തായതുകൊണ്ട് ഗ്രാമങ്ങളിലും നാട്ടിൻപുറങ്ങളിലും പോയി താമസിക്കുന്നതിനും ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്നതിനും ജനങ്ങളെ പറഞ്ഞയക്കുക എന്ന് 12 പേരും വന്ന് യേശുവിനോട് പറഞ്ഞത് എപ്പോഴാണ്? ഉത്തരം: പകൽ അസ്തമിച്ച് തുടങ്ങിയപ്പോൾ. 17. ഗ്രാമങ്ങളിലും നാട്ടിൻപുറങ്ങളിലും പോയി ഭക്ഷണ സാധനങ്ങൾ വാങ്ങുവാൻ ജനങ്ങളെ പറഞ്ഞയക്കുക എന്ന് പറയുവാനുണ്ടായ കാരണം എന്താണ്? ഉത്തരം: അവർ വിജനപ്രദേശത്ത് ആയിരുന്നതുകൊണ്ട്. 18. ഭക്ഷണ സാധനങ്ങൾ വാങ്ങുവാനായി ജനങ്ങളെ പറഞ്ഞയക്കുവാൻ പറഞ്ഞപ്പോൾ യേശു എന്താണ് പ്രതിവചിച്ചത്?
ഉത്തരം, നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ എന്ന്. 19. നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ എന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ എന്താണ് പറഞ്ഞത്? ഉത്തരം, ഞങ്ങളുടെ പക്കൽ 5 അപ്പവും 2 മത്സ്യവും മാത്രമേ ഉള്ളൂ എന്ന്. 20. ഈ ജനങ്ങൾക്കെല്ലാം ഭക്ഷണം നൽകണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരുമെന്നാണ് ശിഷ്യന്മാർ പറഞ്ഞത്? ഉത്തരം, ഞങ്ങൾ പോയി വാങ്ങിക്കൊണ്ട് വരണം. 21. അവിടെ ഏകദേശം എത്ര പുരുഷന്മാരാണ് ഉണ്ടായിരുന്നത്? ഉത്തരം, ഏകദേശം 5000 പുരുഷന്മാർ. 22. ജനങ്ങളെ എത്ര വീതം പന്തികളായി ഇരുത്തുവാനാണ് യേശു പറഞ്ഞത്? ഉത്തരം, 50 വീതം പന്തികളായി ഇരുത്തുവാൻ. 23. 5 അപ്പവും 2 മീനും ജനങ്ങൾക്ക് വിളമ്പാനായി ഏൽപ്പിക്കുന്നതിന് മുമ്പ് യേശു എന്താണ് ചെയ്തത്? ഉത്തരം, അപ്പവും മീനും എടുത്ത് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ആശീർവദിച്ചു. 24. എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായതിനു ശേഷം എത്രയാണ് ശിഷ്യന്മാർ ശേഖരിച്ചത്? ഉത്തരം, 12 കുട്ട നിറയെ. 25. ആരുടെ വിശ്വാസ പ്രഖ്യാപനത്തെക്കുറിച്ചാണ് ലൂക്ക 9-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നത്? ഉത്തരം, പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനത്തെ കുറിച്ച്. 26. പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം രേഖപ്പെടുത്തിയിട്ടുള്ള മറ്റ് സുവിശേഷ ഭാഗങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം, മത്തായി 16-ാം അധ്യായം 13 മുതൽ 20 വരെ വാക്യങ്ങൾ, മാർക്കോസ് 8-ാം അധ്യായം 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. 27. ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന യേശുവിൻ്റെ ചോദ്യത്തിന് ഉത്തരം നൽകിയ ശിഷ്യൻ ആരായിരുന്നു? ഉത്തരം, പത്രോസ്. 28. യേശു ആരെന്നാണ് പത്രോസ് പറഞ്ഞത്? ഉത്തരം, നീ ദൈവത്തിൻ്റെ ക്രിസ്തു ആണെന്ന്. 29. ഇക്കാര്യം ആരോടും പറയരുതെന്ന് യേശു കർശനമായി നിരോധിച്ചു. ഏത് കാര്യം? ഉത്തരം, താൻ ദൈവത്തിൻ്റെ ക്രിസ്തു ആണെന്ന കാര്യം. 30. യേശുവിനെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ ആരെയാണ് പരിത്യജിക്കേണ്ടത്? ഉത്തരം, തന്നെ തന്നെ പരിത്യജിക്കണം. 31. യേശുവിനെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ എന്താണ് എടുക്കേണ്ടത്? ഉത്തരം, അനുദിനം തൻ്റെ കുരിശ് എടുക്കണം. 32. യേശുവിനെ പ്രതി സ്വജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ എന്താണ് നേടുന്നത്? ഉത്തരം, സ്വജീവൻ രക്ഷിക്കും. 33. മനുഷ്യപുത്രൻ ആരുടെയെല്ലാം മഹത്വത്തിലാണ് വരുന്നത്? ഉത്തരം, തൻ്റെയും പിതാവിൻ്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ. 34. ഒരുവൻ എന്തിനെക്കുറിച്ച് ലജ്ജിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രനും ലജ്ജിക്കും എന്നാണ് പറയുന്നത്? ഉത്തരം, എന്നെക്കുറിച്ചോ എൻ്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിച്ചാൽ. 35. എന്ത് കാണുന്നതിന് മുമ്പ് മരിക്കുകയില്ലാത്ത ചിലർ ഈ നിൽക്കുന്നവരുടെ ഇടയിലുണ്ടെന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം, ദൈവരാജ്യം. 36. പീഡാനുഭവവും ഉത്ഥാനവും 1-ാം പ്രവചനത്തിന് ശേഷം എത്ര ദിവസങ്ങൾ കഴിഞ്ഞാണ് യേശു പ്രാർത്ഥിക്കാനായി മലയിലേക്ക് പോയത്? ഉത്തരം, ഏകദേശം 8 ദിവസങ്ങൾ കഴിഞ്ഞ്.
37. യേശു മലയിലേക്ക് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി പോയപ്പോൾ കൂടെ പോയ ശിഷ്യന്മാർ ആരെല്ലാം? ഉത്തരം: പത്രോസ്, യോഹന്നാൻ, യാക്കോബ്. 38. യേശു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അവനോട് സംസാരിച്ചു കൊണ്ടിരുന്നത് ആരെല്ലാമാണ്? ഉത്തരം: മോശയും ഏലിയായും. 39. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ ഡാഷ് മാറി, വസ്ത്രം ഡാഷ് ശോഭിച്ചു. പൂരിപ്പിക്കുക. ഉത്തരം: പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മുഖഭാവം മാറി, വസ്ത്രം വെണ്മയോടെ ശോഭിച്ചു. 40. മോശയും ഏലിയായും എന്താണ് സംസാരിച്ചു കൊണ്ടിരുന്നത്? ഉത്തരം: അടുത്ത് തന്നെ ജെറുസലേമിൽ പൂർത്തിയാകേണ്ട യേശുവിൻ്റെ കടന്നുപോകലിനെ കുറിച്ച്. 41. ആർക്കു വേണ്ടി 3 കൂടാരങ്ങൾ ഉണ്ടാക്കാമെന്നാണ് പത്രോസ് യേശുവിനോട് പറഞ്ഞത്? ഉത്തരം: ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായ്ക്ക്. 42. അവൻ ഇത് പറയുമ്പോൾ എന്തു വന്നാണ് അവരെ ആവരണം ചെയ്തത്? ഉത്തരം: ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. 43. അവർ മേഘത്തിനുള്ളിലായപ്പോൾ മേഘത്തിൽ നിന്നും കേട്ട സ്വരം എന്തായിരുന്നു? ഉത്തരം: ഇവൻ എൻ്റെ പുത്രൻ, എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ. അതാണ് മേഘത്തിൻ്റെ ഉള്ളിൽ നിന്നും കേട്ട സ്വരം. 44. പിറ്റേ ദിവസം അവർ മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ എന്താണ് വിളിച്ചു പറഞ്ഞത്? ഉത്തരം: ഗുരു, എൻ്റെ മകനെ കടാക്ഷിക്കണമെന്ന് നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു എന്ന്. 45. മകനെ എന്തു പിടികൂടുന്നു എന്നാണ് ജനക്കൂട്ടത്തിൽ നിന്നും ഒരുവൻ വിളിച്ചു പറഞ്ഞത്? ഉത്തരം: ഒരു അശുദ്ധാത്മാവ്. 46. അശുദ്ധാത്മാവ് മകനെ എങ്ങനെ പീഡിപ്പിക്കുന്നു എന്നാണ് അയാൾ യേശുവിനോട് പറഞ്ഞത്? ഉത്തരം: നുരയും പതയും പുറപ്പെടുന്നതുവരെ അത് അവനെ ഞെരുക്കി പീഡിപ്പിക്കുകയും പരുക്കേൽപ്പിക്കുകയും ചെയ്യുന്നു എന്ന്. 47. അശുദ്ധാത്മാവിനെ പുറത്താക്കാൻ സാധിക്കാതിരുന്നത് ആർക്കാണ്? ഉത്തരം: ശിഷ്യന്മാർക്ക്. 48. അശുദ്ധാത്മാവിനെ പുറത്താക്കാൻ സാധിക്കാതിരുന്ന ശിഷ്യന്മാരോട് യേശു പ്രതിവചിച്ചത് എന്തായിരുന്നു? ഉത്തരം: വിശ്വാസമില്ലാത്ത വഴിപിഴച്ച തലമുറയെ ഞാൻ എത്രനാൾ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും, എത്രനാൾ നിങ്ങളോട് ക്ഷമിക്കും. 49. യേശു അശുദ്ധാത്മാവിനെ ശാസിച്ച് കുട്ടിയെ സുഖപ്പെടുത്തി ആരെയാണ് ഏൽപ്പിച്ചത്? ഉത്തരം: കുട്ടിയുടെ പിതാവിനെ ഏൽപ്പിച്ചു. 50. കുട്ടി സുഖപ്പെട്ടപ്പോൾ എല്ലാവരും എന്തിനെക്കുറിച്ചാണ് അത്ഭുതപ്പെട്ടത്? ഉത്തരം: ദൈവത്തിൻ്റെ മഹത്തായ ശക്തിയെക്കുറിച്ച്. 51. പീഡാനുഭവത്തെക്കുറിച്ചുള്ള 2ാം പ്രവചനം ലൂക്കായുടെ സുവിശേഷത്തിൽ എവിടെയാണ് പ്രതിപാദിക്കുന്നത്? ഉത്തരം: ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 44-45 വാക്യങ്ങളിൽ. 52. മനുഷ്യപുത്രൻ ആരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: മനുഷ്യരുടെ കൈകളിൽ. 53. ശിഷ്യന്മാർക്ക് മനസ്സിലാകാതിരുന്ന നിഗൂഢമായ വചനം ഏതായിരുന്നു? ഉത്തരം: മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു എന്ന വചനം. 54. ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കാൻ ഭയപ്പെട്ട വചനം ഏതായിരുന്നു? ഉത്തരം: മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു എന്ന വചനം.
55 ശിഷ്യന്മാർ തർക്കിച്ചത് എന്തിനെക്കുറിച്ചായിരുന്നു? ഉത്തരം തങ്ങളിൽ വലിയവൻ ആരാണ് എന്നതിനെക്കുറിച്ച്. 56 നിങ്ങളിൽ ഏറ്റവും വലിയവൻ ആരാണെന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം നിങ്ങളിൽ ഏറ്റവും ചെറിയവൻ ആരോ അവനാണ് നിങ്ങളിൽ ഏറ്റവും വലിയവൻ. 57 തന്നെ സ്വീകരിക്കുന്നത് ആരാണെന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം തൻ്റെ നാമത്തിൽ ഒരു ശിശുവിനെ സ്വീകരിക്കുന്ന ഏവനും എന്നെ സ്വീകരിക്കുന്നു എന്ന്. 58 ഗുരു, നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു എന്ന് യേശുവിനോട് പറഞ്ഞ ശിഷ്യൻ ആര്? ഉത്തരം യോഹന്നാൻ. 59 എന്തുകൊണ്ട് ഞങ്ങൾ അവനെ തടഞ്ഞു എന്നാണ് യോഹന്നാൻ പറഞ്ഞത്? ഉത്തരം അവൻ ഞങ്ങളോടൊപ്പം നിന്നെ അനുഗമിക്കാത്തത് കൊണ്ട്. 60 ആര് നിങ്ങളുടെ ഭാഗത്താണ് എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം നിങ്ങൾക്ക് എതിരല്ലാത്തവൻ നിങ്ങളുടെ ഭാഗത്താണ്. 61 തൻ്റെ ആരോഹണത്തിൻ്റെ ദിവസങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കെ എങ്ങോട്ട് പോകാനാണ് യേശു ഉറച്ചത്? ഉത്തരം ജെറുസലേമിലേക്ക്. 62 തനിക്ക് മുമ്പേ യേശു ജെറുസലേമിലേക്ക് അയച്ചത് ആരെയാണ്? ഉത്തരം ഏതാനും ദൂതന്മാരെ. 63 യേശുവിന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യാൻ ദൂതന്മാർ എവിടെയാണ് പ്രവേശിച്ചത്? ഉത്തരം സമരിയാക്കാരുടെ ഒരു ഗ്രാമത്തിൽ. 64 എന്തുകൊണ്ടാണ് സമരിയാക്കാർ യേശുവിനെ സ്വീകരിക്കാതിരുന്നത്? ഉത്തരം അവൻ ജെറുസലേമിലേക്ക് പോവുകയായിരുന്നതുകൊണ്ട്. 65 കർത്താവെ, സ്വർഗത്തിൽ നിന്നും അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെയോ? ശിഷ്യരായ യാക്കോബും യോഹന്നാനും ഏത് സന്ദർഭത്തിലാണ് യേശുവിനോട് ഇങ്ങനെ പറഞ്ഞത്? ഉത്തരം സമരിയാക്കാർ യേശുവിനെ സ്വീകരിക്കാതിരുന്നപ്പോൾ. 66 ശിഷ്യരെ ശാസിച്ചതിനെ തുടർന്ന് അവർ എവിടേക്കാണ് പോയത്? ഉത്തരം മറ്റൊരു ഗ്രാമത്തിലേക്ക്. 67 അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോകുന്ന വഴിക്ക് ഒരുവൻ യേശുവിനോട് പറഞ്ഞതെന്ത്? ഉത്തരം നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും. 68 പൂരിപ്പിക്കാനാണ്. കുറുനരികൾക്ക് ഡാഷും ആകാശത്തിലെ പക്ഷികൾക്ക് ഡാഷും ഉണ്ട്. ഉത്തരം കുറുനരികൾക്ക് മാളങ്ങളും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളും ഉണ്ട്. 69 ആർക്ക് തല ചായ്ക്കാൻ ഇടമില്ല എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം മനുഷ്യപുത്രന്. 70 യേശു വേറൊരുവനോട് പറഞ്ഞത് എന്ത്? ഉത്തരം എന്നെ അനുഗമിക്കുക. 71 എന്നെ അനുഗമിക്കുക എന്ന് വേറൊരുവനോട് യേശു പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞത് എന്തായിരുന്നു? ഉത്തരം കർത്താവെ, ഞാൻ ആദ്യം പോയി എൻ്റെ പിതാവിനെ സംസ്കരിക്കാൻ അനുവദിച്ചാലും. 72 യേശു ആരോടാണ് നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക എന്ന് പറഞ്ഞത്? ഉത്തരം പിതാവിനെ സംസ്കരിക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞവനോട്. 73 മറ്റൊരുവൻ യേശുവിനോട് പറഞ്ഞതെന്ത്? ഉത്തരം ഞാൻ നിന്നെ അനുഗമിക്കാം. 74 ഞാൻ നിന്നെ അനുഗമിക്കാമെന്ന് പറഞ്ഞവൻ യേശുവിനോട് എന്താണ് പറഞ്ഞത്? ഉത്തരം ആദ്യം പോയി എൻ്റെ വീട്ടുകാരോട് വിട വാങ്ങുവാൻ അനുവദിക്കണം. 75 സ്വർഗരാജ്യത്തിന് യോഗ്യനല്ലാത്തത് ആരെന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല.
76. അനന്തരം കർത്താവ് എത്ര പേരെ തിരഞ്ഞെടുത്താണ് താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും 2 പേരായി തനിക്ക് മുമ്പേ അയച്ചത്? ഉത്തരം 72 പേരെ തിരഞ്ഞെടുത്ത്. 77. കൊയ്ത്ത് വളരെ ഡാഷോ ചുരുക്കം. ഉത്തരം കൊയ്ത്ത് വളരെ വേലക്കാരോ ചുരുക്കം. 78. കൊയ്ത്തിന് വേലക്കാരെ അയക്കുവാൻ ആരോട് പ്രാർത്ഥിക്കാനാണ് യേശു പറഞ്ഞത്? ഉത്തരം കൊയ്ത്തിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവാൻ. 79. പോകുവിൻ, ഇതാ എന്തെന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്നാണ് യേശു തിരഞ്ഞെടുത്തവരോട് പറഞ്ഞത്. ഉത്തരം ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ. 80. വഴിയിൽ വച്ച് എന്ത് ചെയ്യരുതെന്നാണ് തിരഞ്ഞെടുക്കപ്പെട്ടവരോട് യേശു പറഞ്ഞത്? ഉത്തരം ആരെയും അഭിവാദനം ചെയ്യരുത്. 81. നിങ്ങൾ ഏതെങ്കിലും വീട്ടിൽ പ്രവേശിച്ചാൽ എന്ത് ആശംസിക്കണം എന്നാണ് പറഞ്ഞത്? ഉത്തരം ഈ വീടിന് സമാധാനം എന്ന് ആശംസിക്കണം. 82. സമാധാനത്തിൻ്റെ പുത്രൻ ആ വീട്ടിലില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഉത്തരം അത് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു പോരും. 83. നിങ്ങൾ ഏതെങ്കിലും നഗരത്തിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങളെ സ്വീകരിക്കാതിരുന്നാൽ തെരുവിൽ ഇറങ്ങി നിന്നുകൊണ്ട് എന്തു പറയുവാനാണ് യേശു പറഞ്ഞത്? ഉത്തരം നിങ്ങളുടെ നഗരത്തിൽ നിന്ന് ഞങ്ങളുടെ കാലുകളിൽ പറ്റിയിട്ടുള്ള പൊടി പോലും നിങ്ങൾക്കെതിരെ ഞങ്ങൾ തട്ടിക്കളയുന്നു, എന്നാൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. ഇതാണ് പറഞ്ഞത്. 85. ആ ദിവസം ഏത് നഗരത്തിൻ്റെ സ്ഥിതിയാണ് ഈ നഗരത്തിൻ്റേതിനേക്കാൾ സഹനീയമായിരിക്കും എന്ന് പറയുന്നത്? ഉത്തരം സോതോമിൻ്റെ സ്ഥിതി. 86. ഏതെല്ലാം നഗരങ്ങൾക്കാണ് ദുരിതം എന്ന് പറയുന്നത്? ഉത്തരം കൊറാസീൻ, ബെത്സൈദ എന്നീ നഗരങ്ങൾക്ക്. 87. നിങ്ങളിൽ നടന്ന അത്ഭുതങ്ങൾ ടൈറിലും സീദോനിലും നടന്നിരുന്നെങ്കിൽ അവിടുത്തെ ജനങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു എന്നാണ് പറയുന്നത്? ഉത്തരം ചാക്കുടുത്തും ചാരം പൂശിയും പശ്ചാത്തപിക്കുമായിരുന്നു എന്ന്. 88. ടൈറിൻ്റെയും സീദോൻ്റെയും സ്ഥിതി നിങ്ങളുടേതിനേക്കാൾ സഹനീയമായിരിക്കുന്നത് എന്നാണ്? ഉത്തരം വിധി ദിനത്തിൽ. 89. പാതാളത്തോളം താഴ്ത്തപ്പെടുന്ന നഗരം ഏതാണ്? ഉത്തരം കഫർനാം. 90. പിശാചുക്കൾ പോലും ശിഷ്യർക്ക് കീഴ്പ്പെട്ടത് ആരുടെ നാമത്തിലാണ്? ഉത്തരം കർത്താവിൻ്റെ നാമത്തിൽ. 91. എവിടെ നിന്നാണ് സാത്താൻ ഇടിമിന്നൽ പോലെ നിബദിച്ചത്? ഉത്തരം സ്വർഗത്തിൽ നിന്ന്. 92. ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വച്ചവ പിതാവ് വെളിപ്പെടുത്തിയത് ആർക്കാണ്? ഉത്തരം ശിശുക്കൾക്ക്. 93. എല്ലാ കാര്യങ്ങളും പിതാവ് ആരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? ഉത്തരം യേശുവിനെ. 94. പിതാവ് ആരെന്ന് ഗ്രഹിക്കുന്നത് ആരെല്ലാമാണ്? ഉത്തരം പുത്രനും പുത്രൻ ആർക്ക് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവോ അവനും. 95. നിയമജ്ഞൻ യേശുവിനെ പരീക്ഷിക്കുന്നതിന് വേണ്ടി ചോദിച്ചത് എന്തായിരുന്നു? ഉത്തരം നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഇതാണ് നിയമജ്ഞൻ ചോദിച്ചത്. 96. നിന്റെ ദൈവമായ കർത്താവിനെ എപ്രകാരം സ്നേഹിക്കണമെന്നാണ്
നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത്? ഉത്തരം പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ. 97. കവർച്ചക്കാരുടെ കയ്യിൽ അകപ്പെട്ടത് ആരാണ്? ഉത്തരം ജെറുസലേമിൽ നിന്നും ജെറീക്കോയിലേക്ക് പോയ ഒരാൾ. 98. കവർച്ചക്കാർ അവനെ എന്താണ് ചെയ്തത്? ഉത്തരം അവൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് പ്രഹരിച്ച് അർദ്ധപ്രാണനാക്കി പോയി കളഞ്ഞു. 99. ആദ്യം ആ വഴിയെ വന്ന പുരോഹിതൻ എന്താണ് ചെയ്തത്? ഉത്തരം മറുവശത്തുകൂടി കടന്നുപോയി. 100. അവനെ കണ്ടെങ്കിലും കടന്നുപോയ മറ്റൊരാൾ ആരായിരുന്നു? ഉത്തരം ഒരു ലേവായൻ. 101. അർദ്ധപ്രാണനായി കിടന്നവന് സമീപം മൂന്നാമതായി വന്നത് ആരായിരുന്നു? ഉത്തരം ഒരു സമരിയാക്കാരൻ. 102. അർദ്ധപ്രാണനായി കിടന്നിരുന്നവനെ കണ്ടപ്പോൾ കണ്ടപ്പോൾ മനസ്സലിഞ്ഞത് ആരുടെ ആയിരുന്നു? ആരുടെ മനസ്സാണ് അലിഞ്ഞത്? ഉത്തരം ഒരു സമരിയാക്കാരൻ്റെ. 103. സമരിയക്കാരൻ എന്തൊഴിച്ചാണ് അർദ്ധപ്രാണനായി കിടന്നയാളുടെ മുറിവുകൾ വച്ചുകെട്ടിയത്? ഉത്തരം എണ്ണയും വീഞ്ഞും ഒഴിച്ച്. 104. മുറിവേറ്റവനെ സമരിയക്കാരൻ തൻ്റെ കഴുതപ്പുറത്ത് കയറ്റി എവിടെയാണ് കൊണ്ടുചെന്നത്? ഉത്തരം ഒരു സത്രത്തിൽ. 105. സമരിയക്കാരൻ സത്രം സൂക്ഷിപ്പുകാരൻ്റെ കൈവശം എന്താണ് കൊടുത്തത്? ഉത്തരം 2 ദനാറ. 106. ഈ മൂവരിൽ ആരാണ് അയൽക്കാരനായി വർത്തിച്ചത് എന്ന ചോദ്യത്തിനുള്ള നിയമജ്ഞൻ്റെ മറുപടി എന്തായിരുന്നു? ഉത്തരം അവനോട് കരുണ കാണിച്ചവൻ. 107. യേശുവിനെ സ്വഭവനത്തിൽ സ്വീകരിച്ചത് ആര്? ഉത്തരം മർത്ത എന്ന് പേരുള്ള ഒരുവൾ. 108. മർത്തായുടെ സഹോദരിയുടെ പേരെന്ത്? ഉത്തരം മറിയം. 109. മറിയം എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ഉത്തരം കർത്താവിൻ്റെ പാദത്തിങ്കൽ ഇരുന്ന് വചനം കേട്ടുകൊണ്ടിരുന്നു. 110. പലവിധ ശുശ്രൂഷകളിൽ മുഴുകി വ്യഗ്രചിത്തയായിരുന്നത് ആരാണ്? ഉത്തരം മർത്ത. 111. കർത്താവെ, ശുശ്രൂഷയ്ക്കായി എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നത് നീ ശ്രദ്ധിക്കുന്നില്ലേ? അവളോട് എന്തു പറയുവാനാണ് മർത്ത ആവശ്യപ്പെട്ടത്? ഉത്തരം എന്നെ സഹായിക്കാൻ അവളോട് പറയുക. 112. ആരെ നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം മറിയം. 113. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് എന്ത് ചെയ്യപ്പെടുകയില്ല എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. ഇത്രയും ചോദ്യോത്തരങ്ങളാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് നല്ലവണ്ണം പഠിക്കാം. ഇനി ലോഗോസ് ക്വിസിന് ഏകദേശം ഒരു 2 മാസത്തോളം ഉള്ളൂ. ഇപ്പം തുടങ്ങി നല്ലവണ്ണം പഠിക്കാൻ തുടങ്ങിയാൽ നല്ലവണ്ണം പരീക്ഷ എഴുതാൻ നമുക്ക് പറ്റും. പിന്നെ എൻ്റെ ഈ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ദയവേത് സബ്സ്ക്രൈബ് ചെയ്യണം, സഹായിക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.